ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ്. ഇതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് പറ്റിക്കൽസ് എന്നാണ്. നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കാബേജൊക്കെ അരിയാനെടുക്കുന്ന അതേ ഉപകരണം തന്നെയാണ് കേട്ടോ അത്. ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുള്ളൂ. 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി അതിലേക്ക് ഒരു ഇടത്തരം വലുപ്പമുള്ള ചോപ്പ് ചെയ്ത നമ്മുടെ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, സവോള. ഇത് കറിവേപ്പിലയാണ്, കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് എനിക്ക് എൻ്റെ മോൻ വരച്ചതാണ് കേട്ടോ, സ്കെച്ച് കൊണ്ട്. ഇത് മാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് കയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇത് പച്ചമുളകാണ്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് റവയാണ്. റവ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തോളൂ. അതിനുശേഷം ഇത് നമ്മുടെ കടലമാവാണ് കേട്ടോ, കടലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരിക്കലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് തന്നെ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ നനവിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഞാൻ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുള്ളായിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യുക. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഇതുപോലെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കുക്ക് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് ആകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അതാണ് ഇതിന് പറ്റിക്കൽസ് എന്നുള്ളൊരു പേര് വന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് പറ്റിക്കൽസ് എന്നാണ്. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ. എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലേ, അത് മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് ടൊമാറ്റോ സോസ് വളരെ നല്ലതാണ്. അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം, മുക്കി കഴിക്കാവുന്നതാണ്. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, കാണാത്തവർ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് അഭിപ്രായം പറയണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. Hello, welcome to Manakudam's Kitchen. This is a new recipe. Can I take it? Okay. Bring the knife. What is this? It's a veggie. It's a veggie. Now what should I do? Do like this. Show like this. सेम ब्रो ट्राई नहीं करे सामने आ बहुत अच्छा डिश है भैया, ट्राई करो. अला डिश है इट्स अ वेरी नाइस डिश, प्लीज ट्राई इट. ओके, add oil.
A big salute for you, Manipudan's kitchen. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്, താങ്ക് യു.